ശബരിമല അയ്യപ്പനെക്കുറിച്ച് പറയുമ്പോൾ വാവരെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ വാവർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വെറും കഥാപാത്രം മാത്രമായിരുന്നു, അയ്യപ്പൻ്റെ സഹചാരിയായിരുന്നു എന്നത് വലിയൊരു തർക്ക വിഷയമാണ്. അപ്പോൾ ഏതായാലും ശബരിമലയ്ക്ക് പോകുന്ന ഭക്തരിൽ ഒരു നല്ല ശതമാനം ആളുകൾ എരുമേലി വഴി ചെല്ലും. അവിടെ എരുമേലിയിലെ മസ്ജിദിൽ ചെല്ലും, അവിടെ പോയി കാണിക്കയിടും, പ്രാർത്ഥിക്കും. പക്ഷേ ആ പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവമില്ലാന്ന്. അതവർ വായിക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ശബരിമല നടയിൽ വാവറുടെ നടയുണ്ട്. ഇപ്പോൾ വിവാദം വരുന്നത് വാവർ എന്ന് പറഞ്ഞ കഥാപാത്രമില്ല. കാലഗണന വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് വാവർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും പൊരുത്തപ്പെടുന്നില്ല. ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് അറബികളുണ്ട്, പക്ഷെ ഇസ്ലാമില്ല. അപ്പോൾ അറബികൾ പണ്ടേ ഉണ്ടോ? അറബികളിലാണല്ലോ പിന്നെ ഇസ്ലാമായിട്ട് മാറിയത്. ഖുറേഷി കൂട്ടം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ദേവപ്രശ്നത്തിൽ ശബരിമലയിൽ ഒരു ദേവപ്രശ്നം നടത്തിയപ്പോൾ വാവർ നട അവിടെ ആവശ്യമില്ല, പൊളിച്ചു മാറ്റണം എന്ന് കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത ദേവസ്വം ബോർഡ് പതുക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഹിതത്തിന് എതിരായിട്ട് സന്നിധാനത്തിന് തൊട്ടു താഴെ വാവർ ഇരിക്കുന്നു. അത് ദേവഹിതത്തിനെതിരാണ്, ആണെങ്കിൽ അത് പൊളിച്ചു കളയണം. പക്ഷേ അതിനു മുമ്പ് ഒരു സംശയം, വാവർ ശരിക്കും ഉണ്ടായിരുന്നോ? ചിലർ പറയുന്നു വാവറല്ല വാപുരനാണ് എന്നും പറയുന്നു. ഇതിൻ്റെ നിജസ്ഥിതി പ്രേക്ഷകരോടൊന്ന് പറഞ്ഞാലോ നമുക്ക്? ഈ വാപുരനെ പറ്റിയും വാവറിനെ പറ്റിയും ഈ എനിക്കറിയാവുന്നതൊക്കെ പറയാം. സത്യത്തിൽ ഈ ഐതിഹ്യവും ചരിത്രമൊക്കെ കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു മേഖലയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് അയ്യപ്പൻ കഥകളൊക്കെ വായിച്ചിട്ട് തോന്നുന്നത് ഈ കുരുമുളക് സമ്പദ് വ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. കാരണം പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരിവിടെ വന്നത് പോലും ഇതിനു വേണ്ടിയിട്ടാണ്. അതെ, കുരുമുളകിന് വേണ്ടിയിട്ടാണ്. കറുത്ത സ്വർണം അവിടെ ആണെങ്കിൽ ഈ കുരുമുളക് വെച്ചിട്ട് മാംസം കേടുകൂടാതെ ഇരിക്കും അവിടുത്തെ തണുത്ത കാലാവസ്ഥയിൽ എന്നൊക്കെ പുസ്തകങ്ങളിൽ നമ്മൾ കാണാം. അങ്ങനത്തെ ഒരു ടെക്നോളജി നമുക്കിവിടെ ആവശ്യമില്ല, നമ്മുടെ കാലാവസ്ഥ അങ്ങനെയല്ല. അതുകൊണ്ട് കുരുമുളകിന് വലിയ കച്ചവട സാധ്യത ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് കുരുമുളക്. ആ സമയത്ത് ഈ വാവർ എന്ന് പറഞ്ഞൊരാൾ ഇവിടുത്തുകാരനല്ല, കഥകളിൽ വരുന്ന ഇവിടുത്തുകാരനല്ലാത്തത് കൊണ്ട് പുറത്തു നിന്ന് വരുന്ന ഒരു കച്ചവടക്കാരനാണ്. കുരുമുളകിനൊക്കെ വേണ്ടിയിട്ടുള്ള കച്ചവടക്കാരനായിരിക്കും. അപ്പോൾ ഈ കുരുമുളക് സമ്പദ് വ്യവസ്ഥയുടെ കാലത്ത് മുമ്പുണ്ടായിരുന്ന അയ്യപ്പൻ്റെ കഥയിലേക്ക് ഇത് കൂട്ടിച്ചേർത്താണ്. കൂട്ടിച്ചേർത്തതാകാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ഇത് ഡോക്ടർ എസ്.കെ. നായർ എഴുതിയ അയ്യപ്പൻ എന്ന് പറഞ്ഞ പുസ്തകമാണ്. 1960 എസ്.കെ. നായർ എഴുതിയ പുസ്തകമാണിത്. ആലപ്പുഴയിലെ ബോധി പബ്ലിക്കേഷൻസ്, എൻ്റെ സുഹൃത്താണ് അതിൻ്റെ പബ്ലിഷർ, ഹരികുമാറിലെ ഇടത്ത്. അപ്പോൾ ഇത് നേരത്തെ മാതൃഭൂമി ഇറക്കിയിരുന്നതാണ്. ഇത് മാതൃഭൂമി വീണ്ടും ഇറക്കുന്നത് തന്നെയായിരുന്നു എൻ്റെയും ധാരണ. ഞാൻ കേട്ടിരുന്നത് അതാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്ത്, വേറൊരു സുഹൃത്ത്, ഇപ്പം ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് ശശിഭൂഷണാണ്. വേറൊരു സുഹൃത്ത് ഇതിന് അവതാരിക എഴുതുന്നതായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് പുറത്തു വരുമ്പോൾ ഇപ്പോൾ മാതൃഭൂമിയിൽ നിന്നല്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. റൈറ്റ്സ് ചിലപ്പം ബോധിക്ക് കൊടുത്തതായിരിക്കാം. അതായിരിക്കും. കാരണം അമേരിക്കയിൽ ഈ എസ്.കെ. നായരുടെ മകൻ ക്രിസ് ആണ് ഇതിനിപ്പോൾ റൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഇതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. ഈ എസ്.കെ. നായർ 26 കൊല്ലം മദ്രാസ് സർവകലാശാലയിൽ മലയാളം വകുപ്പ് മേധാവിയായിരുന്നു. ഒരുപാട് കാലം ഉണ്ടായിരുന്നു. എസ്.കെ. നായരെ പ്രേക്ഷകർക്ക്, എനിക്ക് തോന്നുന്നത് എം.ടി. വാസുദേവൻ നായരുടെ ബന്ധനം എന്ന് പറഞ്ഞ സിനിമയിലല്ലേ രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം എന്ന് പറഞ്ഞ നല്ല പാട്ട്. ശ്രീരാഗം തന്നെയാണ് അതിൻ്റെ രാഗം എന്നും തോന്നുന്നു. നമ്മുടെ എറണാകുളത്തെ ഫൈൻ ആർട്സ് ഹാളിലാണ് ആ പാട്ട് പാടുന്ന രംഗം. അതെയോ? ഈ എസ്.കെ. നായരാണ് ആ പാട്ട് പാടുന്നത് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആ രംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് സുകുമാരനാണ് നായകൻ. അതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. അതിപ്പോൾ ശ്രീരാഗം എന്നുള്ള പാട്ട് വെച്ചാലും എസ്.കെ. നായർ പാടുന്നത് കാണാം. അല്ലേ? സുന്ദരനായ ഒരു മനുഷ്യനാണ്, നമ്മുടെ ആലുവക്കാരനാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഈ പുസ്തകം അന്ന് അദ്ദേഹം കേട്ടിട്ടുള്ള അയ്യപ്പൻ മണികണ്ഠൻ്റെ കഥകളൊക്കെ വെച്ചിട്ട് കേരളത്തിൽ മണികണ്ഠനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ എന്താണെന്ന് ആളുകൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് നോവൽ രൂപത്തിൽ എഴുതിയതാണ്. ഇതിലെ ഒരു അധ്യായം തകൃതിത്താൻ തോട്ടത്തിലെ വാവർ. തകൃതിത്താൻ തോട്ടത്തിലെ വാവർ എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്.
നീണ്ട അധ്യായമൊന്നുമല്ല. കാരണം ഇതിൻ്റെ അകത്ത് മിക്കവാറും ഒക്കെ ഭാവനയാണ് അദ്ദേഹത്തിൻ്റെ. കാരണം ബാബറിൻ്റെ കഥയൊക്കെ പലരും അവകാശപ്പെടുന്നത് കൊണ്ട് അദ്ദേഹത്തിനെയും കൂടി ചേർക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എഴുതിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എസ് കെ നായർ കൂട്ടിച്ചേർത്ത ഈ വാവരുടെ ഭാഗത്ത് വാവർ ആരാണെന്ന് പറയുന്ന 3-4 വരിയുണ്ട്. തകൃതി താൻ തോട്ടത്തിലാണ് പോലും വാവർ പിറന്നത്. ആ തോട്ടത്തിൻ്റെ പേരിനെ പറ്റിയും ആളുകൾ പല വ്യാഖ്യാനങ്ങൾ കൊടുത്തിരുന്നു. അത് മെക്കാമ്പൂരിൽ എന്നൊരു കൂട്ടർ, മെക്ക തകൃതിസ്ഥാൻ എന്ന് പറഞ്ഞാൽ തുർക്കി. ഓ, തുർക്കിക്ക് തകൃതിസ്ഥാൻ എന്ന് പേരുണ്ട് അല്ലേ? തുർക്കിസ്ഥാൻ, തുർക്കിസ്ഥാൻ. ഓക്കെ. മെക്കാമ്പൂരിലെന്ന് ഒരു കൂട്ടർ, അല്ല തർക്കിസ്ഥാനമെന്ന് വേറൊരു കൂട്ടർ. ഏതായാലും അറബികളുടെ ഒരു വലിയ നാടാണ് തകൃതിത്താൻ തോട്ടം. ബാപ്പയുടെ പേര് സൈദാലി എന്നാണ്, ഉമ്മ പാത്തുമ്മയും. ബാബര് ഞൊണ്ടനായിരുന്നു പോലും പെറ്റു വീണപ്പോൾ തന്നെ. അതുകൊണ്ട് ആ നാട്ടിലുള്ളവൾ വളർകാലൻ ബാബരെന്നാണ് അയാളെ വിളിച്ചിരുന്നത്. ബാബര് പിറന്ന കാലത്ത് തകൃതിത്താൻ നാട്ടിൽ വലിയ പഞ്ഞക്കേടുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അക്കാലം വിളയുന്ന നെല്ലൊന്നും വിളഞ്ഞില്ല, പൂക്കുന്ന മാവൊന്നും പൂത്തില്ല, കോതമ്പും തിനയും വളരെ ഉണ്ടായി, കോതമ്പും തിനയും തിന്നാണ് ഉണ്ണി വാവര് വളർന്നത് പോലും എന്ന് പറഞ്ഞിട്ട് ഈ വാവര് ഇവിടെ വന്നിട്ട് കപ്പലിലൊക്കെ വന്നിട്ട് ഇവിടെ കൊള്ള ഒക്കെ നടത്തുന്ന ഭാഗമാണ്. കൊള്ളയൊക്കെ നടത്തിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. പക്ഷെ കൊള്ള നടത്തുമ്പോൾ ഇയാളെ പിടിക്കാനൊന്നും പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇയാൾ കൺകെട്ട് വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നോവലിൻ്റെ ഒരു സൗന്ദര്യത്തിന് വേണ്ടി കൺകെട്ടൊക്കെ ചേർത്തിരിക്കുന്നതാണ്. പക്ഷേ അയ്യപ്പൻ ഈ വാവര് കീഴടങ്ങുന്നു. ഇതിൽ കീഴടങ്ങിയിട്ട് വാവര് ഒരു രസമുള്ള ഡയലോഗുണ്ട്. വാവര് അയ്യപ്പനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു സംശയം ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഞാനിപ്പോൾ ഇസ്ലാം മാർഗത്തിലാണ്, അയ്യപ്പൻ ഹിന്ദുവും. എനിക്കിപ്പോൾ ഇസ്ലാം മാർഗം നന്നല്ലെന്ന് തോന്നിയാൽ ഹിന്ദു മാർഗം സ്വീകരിക്കാമല്ലോ. എന്താ വാവരെ, നമുക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിത്തം മാർഗം മാറുക എന്നുള്ളതാണ്. ഇങ്ങനൊരു ഡയലോഗും കൂടി ഉണ്ട് നോവലിൻ്റെ അകത്ത്. ഈ മതം മാറ്റം കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല എന്ന് പറയുന്നൊരു ഭാഗം. ഞാൻ അങ്ങയുടെ മതത്തിൽ ചേർന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിരുത്സാഹപ്പെടുത്തുന്നൊരു ഭാഗമാണ് അത്. ഇനി നമ്മുടെ ഇവിടുത്തെ ഈ ബാബുരൻ എന്ന് പറയുന്ന ആൾ ഭൂതഗണം ആത്മീയ തലത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അല്ലാതെ ഈ കൂട്ടത്തിൽ പോരാടാൻ നടക്കുന്നതോ അറിഞ്ഞിടത്തോളം. പക്ഷെ ഇപ്പോൾ വരുന്ന ചില അത്യാധുനിക കഥയിലൊരു പോരാളി, ഒരു നായർ യോദ്ധാവായിട്ടും പുതിയ കഥകൾ സൃഷ്ടിച്ചതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ ശരിക്കും ഒരു ശിവഭൂതഗണം എന്നൊക്കെ പറയുന്നത് പോലെ ഭൂതഗണങ്ങളിൽപ്പെട്ട ഒരു ആത്മീയ കഥാപാത്രമായിട്ട് 1939 ഇറങ്ങിയ ഒരു പുസ്തകത്തിലുണ്ട്. 1938 പുസ്തകം എഴുതിയത്. ശ്രീ മഹാശാസ്ത്ര പൂജാകൽപ്പം, 1114, 1939. ഈ മലയാളം വർഷത്തിൻ്റെ കൂടെ 825 ചേർത്തിയാൽ മതി. യോഗി ബാലദണ്ഡായുധ പാണി സ്വാമി എഴുതിയത്. ബ്രഹ്മശ്രീ വിട്ടല ആഹിതർ പരിശോധിച്ച പുസ്തകം. ജയചന്ദ്ര ബുക്ക് ഡിപ്പോ ചാല, അവരാണ് ഇത്തരം പുസ്തകങ്ങളൊക്കെ നേരത്തെ ഇറക്കിക്കൊണ്ടിരുന്നത്. മറ്റേ ശ്രീശാസ്ത്ര കദംബം എന്ന് പറഞ്ഞിട്ട് ശബരിമലയിലെ മറ്റേ ഹരിവരാസനം, അതും ഈ ജയചന്ദ്ര ബുക്ക് ഡിപ്പോ ഇറക്കിയ പുസ്തകത്തിലാണ് ഉണ്ടായിരുന്നത്. അത് കുളത്തൂർ അയ്യര് സമ്പാദകനായിട്ട് വന്നതാണ്. അതാണിപ്പോൾ ഒരു ജാനകിയമ്മ എഴുതിയതാണെന്നും സംസാരിച്ചത്. അതെ, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അതിൽ ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണേ, അദ്ദേഹം യോഗിയാണല്ലോ, ബാലദണ്ഡായുധ പാണി സ്വാമി. വാബുരൻ മുഹമ്മദീയനാണെന്ന് ചിലർ അന്ധവിശ്വാസമായി കരുതുന്നു. എരുമേലിൽ മുഹമ്മദീയരുടെ ഒരു വലിയ പള്ളി ഉള്ളതാണ് അതിന് ഹേതു. ബാബുരൻ ശിവഭൂതവും ഭഗവാന്റെ അംഗരക്ഷകനും പരിവാര ദേവതയുമാകുന്നു. അതാണ് ബാബുരനെ പറ്റിയിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത്, ആത്മീയ തലത്തിലുള്ളത്. ബാബുരൻ്റെ മൂലമന്ത്രം അതിൽ പറയുന്നുണ്ട്.
ഓം അംഗരക്ഷകായ പരിവാരായ ബാബുരായ സ്വാഹ എന്നതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബാബുരൻ്റെ ക്ഷേത്രങ്ങളാണ് ഈ എരുമേലിയിലും ശബരിമലയിലും ഉണ്ടായിരുന്നത് എന്ന് ഈ 1950 മറ്റേ തീ വയ്ക്കുന്നുണ്ടല്ലോ കാഞ്ഞിരപ്പള്ളിയിലെ ചില ആളുകൾ പോയിട്ട് ശബരിമല ക്ഷേത്രത്തിന്. അതിനുശേഷമാണ് ഇതിൻ്റെ അകത്ത് വലിയ അട്ടിമറി ഉണ്ടാകുന്നതെന്നുള്ളത്. അല്ല, അതിനു മുമ്പുള്ള ആ സമയത്തെ ചിത്രങ്ങളുണ്ട്, അവിടെ വാവർ നടയൊന്നുമില്ല. ഇല്ല. അപ്പോൾ അട്ടിമറി നടന്നിരിക്കുന്ന അതിനുശേഷമാണ്. അതിൽ ഒരു തന്ത്രിക്ക് പങ്കുണ്ടോയെന്നും സംശയമുണ്ട്. ഞാൻ ആ പേരുകളിലേക്ക് വരണമെന്ന് ആലോചിക്കാം. അപ്പോൾ ഈ മാളികപ്പുറത്തെ ബാബുരസ്വാമി ക്ഷേത്രം 1900 അഗ്നിബാധ ഉണ്ടായിരുന്നു. 1950 തീ വെക്കുന്നതിന് മുമ്പും ചിലപ്പോൾ തീ വെച്ച് നശിപ്പിക്കാൻ പലരും ആലോചിച്ചിരുന്നിരിക്കാം. 1900 കഥ അറിയില്ല. 1900 അഗ്നിബാധയ്ക്ക് ശേഷം 18ാം പടിക്ക് താഴെ ഈ മറ്റേ മാളികപ്പുറത്തെ ബാബുരസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠിച്ചു എന്ന് 1900 അഗ്നിബാധയ്ക്ക് ശേഷം. കാരണം അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ തൽക്കാലമായിട്ട് വെക്കുന്നു എന്ന്. 1950 വരെ അവിടെ ബാബുര ക്ഷേത്രം ഉണ്ടായിരുന്നു. എരുമേലിയിൽ ഓടുമേഞ്ഞ മറ്റൊരു ബാബുരസ്വാമി ക്ഷേത്രവും ഉണ്ടായിരുന്നു. എരുമേലിയിൽ ബാബുരസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് പിന്നെയാണ് ബാബരൊക്കെ ആകുന്നത്. അപ്പോൾ 1950 തീ വെച്ച ശേഷം 18ാം പടിയിൽ ബാബുര ക്ഷേത്രം ഇല്ല, ബാബുരസ്വാമി ക്ഷേത്രം ഇല്ല. അതിന് മുമ്പുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യങ്ങളിൽ കാണുന്നത്. ബാവർപ്പള്ളി പിന്നെയാണ് വരുന്നത് എരുമേലി. 2000-ന് ശേഷം ബാവർപ്പള്ളി നൈനാർ മസ്ജിദ് ആയി മാറി. ഒരു വലിയ മസ്ജിദും കാര്യങ്ങളും ഒക്കെ ആയി. അതിൻ്റെ ഇപ്പോൾ പള്ളിയുടെ പേര് ബാവർപ്പള്ളി എന്ന് പോലും അല്ല, നൈനാർ മസ്ജിദ് എന്നാണ്. നൈനാർ ചിലപ്പോൾ യഥാർത്ഥത്തിൽ അത് അങ്ങനെയായിരുന്നിരിക്കാം. കാരണം ആ പള്ളിയുടെ എതിർവശത്ത് ആയിരുന്നു ബാബുരസ്വാമി ക്ഷേത്രം. സ്ഥലം മാറി വന്നതാണ് അല്ലേ? ബാബുരസ്വാമി ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നതാണ്. ഈ പറയുന്ന 1900 അഗ്നിബാധയുടെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഇനി നമുക്ക് തെളിവ് വേറെ ഉണ്ട്. ഐതിഹ്യമാലയിൽ മാളികപ്പുറത്തെ ബാബുരസ്വാമി ക്ഷേത്രത്തിനെ പറ്റി കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നുണ്ട്. 1945 കുറുമുള്ളൂർ നാരായണപിള്ള എഴുതിയ ശ്രീ ഭൂതനാഥ സർവസ്വം, അതൊരു ബേസിക് ടെക്സ്റ്റ് ആണല്ലോ. ശ്രീ ഭൂതനാഥ സർവസ്വത്തിൽ 18ാം പടിക്ക് താഴെ ബാബുരസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി എന്ന് പറയുന്നുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിലും ബാബുരനെ പറ്റി പറയുന്നുണ്ട്, ഈ മറ്റേ ശബരിമല ക്ഷേത്രത്തിലും. അപ്പോൾ ഈ ബാബുരൻ്റെ ഇപ്പോഴത്തെ കഥകളിൽ നമ്മളത്ര ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രദ്ധിക്കേണ്ടവർ അങ്ങനെ ചെയ്തോട്ടെ. കാരണം കാട്ടുകള്ളൻ ഉദയനെ തോൽപ്പിച്ച് ശബരിമല ധർമ്മശാസ്താ ക്ഷേത്രം വീണ്ടെടുത്തു അയ്യപ്പൻ. കൊല്ലം ചാത്തന്നൂർ വിളയം ദേശം വഴി അവരാൻ കോവിലകം ഇളമുറ ആയിരുന്നു. ഇളമുറ പോരാളി യോദ്ധാവ് ആയിരുന്നു ബാബുരൻ എന്ന് പറഞ്ഞിട്ടൊരു കഥ ഇറങ്ങിയിട്ടുണ്ട്. ആ കഥ അത്ര സുഖമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 300 നായർ പടയാളികൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉദയനൻ്റെ കഥയുണ്ടല്ലോ, അത് സങ്കല്പമാണത്. ഉദയനൻ ഇങ്ങനെ കാട്ടുവള്ളക്കാരൻ എന്നൊക്കെ ഉള്ളത് ഈ നോവലിലൊക്കെ കാര്യമായിട്ട് വന്നിട്ടുള്ള കഥാപാത്രമാണ് ഉദയനൻ. അത് ശരിക്കൊരു സാങ്കല്പിക ഭാവനയിൽ വരുന്ന കഥാപാത്രമായിട്ട് തന്നെയേ ഉള്ളൂ. കാരണം ഉദയനൻ നമ്മൾ നേരത്തെ ആ ചീരപ്പഞ്ചിറ കോവിലകത്തിൽ അയ്യപ്പൻ വന്ന് കളരിയിൽ പഠിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് അവിടുത്തെ പന്തളത്തെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോകുന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോവലിൽ തട്ടിക്കൊണ്ടുപോകുമ്പോൾ മറ്റേ കളരിയിലെ ആളുകളാണ് രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെയാണ് നോവൽ നമുക്ക് മാറ്റി. അതെ, നോവലൊന്നും കഥയിൽ അത് നോവലിലാണ് പ്രധാനമായിട്ട് ഉദയനൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഉദയനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാത്തന്നൂരിൽ നിന്നൊരു നായരോദ്ധാവ് പോയി, അയാളാണ് ബാബുരൻ എന്ന് പറയുന്ന അത്യാധുനിക കഥ ഈ നോവല് പോലെ എടുത്താൽ മതി. അതൊരു ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. ക്രിയേറ്റ് ചെയ്ത ഒരു അയ്യപ്പനൊരു സഹായി. അതെ, കുറയ്ക്കണ്ട, നായരായിക്കോട്ടെ. നായരായിക്കോട്ടെ. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നായന്മാരാകണം എന്നും കൂടി
വിശ്വസിക്കുന്ന ആരോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അയ്യപ്പൻ വാപുരൻ സൈന്യമെന്ന് മൂന്നായിപ്പോയി. അയ്യപ്പൻ വാപുരൻ കൊച്ചുകടുത്ത മൂന്ന് സേനാനികൾ പടനായകന്മാർ ആ കാലത്ത് ഉണ്ട്. ഈ ശബരിമലയൊക്കെ വീണ്ടെടുക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ അയ്യപ്പൻ്റെ കഥയിൽ. അദ്ദേഹത്തിൻ്റെ സമാധി ഒക്കെ അവിടെയാണ് എന്നുള്ളതാണല്ലോ ശാസ്താവിൽ ലയിക്കുന്നതായിട്ട് വരുന്നത്. അന്ന് 3 കോട്ടകൾ പുതുശ്ശേരി, ഇഞ്ചിപ്പാറ, കരിമല ഇതൊക്കെ കീഴടക്കുന്നതൊക്കെ ആയിട്ട് ഒരേ സമയം ആക്രമിച്ച് കീഴടക്കുന്നത് ഈ 3 പടയാളികൾ അങ്ങനെയൊക്കെ ഉണ്ട്. കടുത്തയൊക്കെ ഉള്ളതാണ്. വലിയ കടുത്തയും കൊച്ചു കടുത്തയുണ്ട്. വലിയ കടുത്ത എന്ന് പറഞ്ഞാൽ പന്തളത്തെ കളരിയുടെ ഒക്കെ കാരണവരായിട്ടുള്ള ആളാണ് ഈ വലിയ കടുത്ത എന്ന് പറയുന്ന കഥാപാത്രം. അതൊക്കെ ശരിക്കും ഇതിൻ്റെ അകത്തുള്ളതാണ്. പിന്നെ യുദ്ധത്തിൽ കൊച്ചു കടുത്തയ്ക്ക് കാല് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ കഥകളിൽ വലിയ ആ കഥ പൊക്കോട്ടെ. അല്ല, നമ്മുടെ വിഷയം അതല്ല. വാവർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നോ? അയ്യപ്പനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? വാവർ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു. ഈ വാവരുടെ ഇനി വേറെ ഭാഗങ്ങൾ പറഞ്ഞാൽ നോവലിൽ നിന്നെടുത്ത ഹനഫി റാവുത്തർ എന്ന് പറഞ്ഞ് വാവർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ശരിക്കില്ല എന്ന് തെളിയുന്ന ഭാഗമാണ്. വാവർ ആരാണെന്ന് പറയുന്ന ഭാഗത്തിന് വാവർ പാണ്ഡ്യ നാട്ടിലെ ഹനഫി റാവുത്തർ എന്ന് പറഞ്ഞ ആളാണെന്ന് പറയുന്ന ഭാഗം. അത് നോവലിലാണ്? നോവലിലല്ല, അല്ലാത്ത കഥകളിൽ. നോവൽ ഞാൻ മാറ്റി. നോവലിൻ്റെ കഥ അതിൽ നിന്ന് വായിച്ചല്ലോ. അങ്ങനെ പറയുന്നുണ്ട്. എരുമേലിയിലെ പേട്ടതുള്ളലാണെങ്കിൽ വാവറുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അയ്യപ്പൻ മഹിഷാസുരനെ കൊന്ന ശേഷം നൃത്തം ചെയ്യുന്ന ബിംബാത്മക പ്രതീകമാണ്. അതെല്ലാവർക്കും അറിയാം. അതൊക്കെ അപ്പൊ പിന്നെ എരുമേലിയുമായിട്ട് അയ്യപ്പന് ബന്ധമുണ്ട്. വാവരെയൊക്കെ പിന്നെ കൂട്ടിയണക്കുന്നതാണ് എരുമേലിയായി ബന്ധപ്പെട്ടത്. മഹിഷിയുടെ ജഡത്തിലുള്ള നൃത്തമാണ്. അപ്പോൾ ആ കാലത്ത് അവിടെ ഒരു കൊച്ചമ്പലം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് എതിർവശമാണ് പിന്നെ ഈ പള്ളി പണിതത്. ഈ ചെറിയ അമ്പലത്തിന്റെ എതിർവശത്താണ് പള്ളി. അമ്പലത്തിന്റെ എതിർവശത്ത് വലിയ പള്ളി പണിതു. ഭൂതനാഥ സർവസ്വത്തിന്റെ പുസ്തകം നമ്മൾ പറഞ്ഞല്ലോ. ഭൂതനാഥ സർവസ്വത്തില് കെവാറ്റി വിദൂക്കിയ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനെ പറ്റി പറയുന്നുണ്ട്. ഈ പുസ്തകം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കെവാറ്റി വിദൂക്കിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ബാബർ എന്ന് പറഞ്ഞൊരാളെ പറ്റി പറയുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ബാവരു മഹാത്മ്യം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് ബാവരു മഹാത്മ്യത്തിൽ പറയുന്ന വാചകം ബാവരെ പറ്റി: ബർഹേമിയ ജാതിയിൽ ഇസ്മായേൽ ഗോത്രത്തിൽ ഹലബന്ന രാജ്യത്തിന് അധിപതി രാജ്യമായി ഹിറാക്യ തോട്ടത്തിൽ മക്കമ്പൂർ സ്ഥാനത്തിൽ പാത്തുമ പെറ്റ മകനല്ലോ ബാവര്. ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത്. വേറെ പറയുന്നത് തകൃതിത്താൻ തോട്ടത്തിൽ പന്തലകത്ത് കാതി എന്നൊരു പാത്തുമ്മ കുട്ടിക്കുണ്ടായ മകൻ. അതിൽ നിന്നായിരിക്കും തകൃതിത്താൻ തോട്ടം SK നായർ എടുത്തത്. അതെ അതെ. വാവര് നടയിൽ നേർച്ച കുരുമുളക് എന്നൊക്കെ പിന്നെ നിശ്ചയിച്ചു. ഈ വാവരുടെ കഥ ഇങ്ങനെ ആകെ കെട്ടുമറിഞ്ഞ് കൃത്യതയില്ലാതെ അള്ളിപ്പിള്ളിയായിട്ട് കിടക്കുന്നതാണ്. അതാണ് ഈ കൂട്ടിച്ചേർത്ത് വഷളായതിൻ്റെ കുഴപ്പമാണത്. ഏതായാലും ഇത്രയും പറഞ്ഞതിൽ എനിക്ക് ബോധ്യമായത് ശബരിമല അയ്യപ്പനുമായി വാവർക്കൊരു ബന്ധവുമില്ല, പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പിന്നീട് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു കഥാപാത്രം താല്പര്യം അതാണ് കൃത്യമായ അജണ്ടയോടെ കൂട്ടിച്ചേർത്താണ്. അപ്പോൾ അതാണ് മറ്റേ ശൗര്യമല എന്നാണ് ശബരിമലയുടെ പഴയ പേര്. ശബരിയുമായിട്ട് അതിന് ബന്ധമില്ല. ശബരി ഹംപിക്കടുത്തുള്ള തുംഗഭദ്ര നദീഭാഗത്താണ് ശബരിയൊക്കെ വരുന്നത്. അപ്പോൾ ശൗര്യമല എന്നുള്ളത് എടുക്കുന്നതായിരിക്കും ശരിയെന്ന് തോന്നുന്നു. 108 അയ്യപ്പൻ കാവുകളുണ്ട്. അയ്യപ്പൻ ദ്രാവിഡ ദൈവമൊന്നുമല്ല. അത് പലരും പല സ്ഥലത്ത് അയ്യപ്പനെ അയ്യനാർ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്. രേവന്ത എന്ന് പറയുന്നത് അയ്യപ്പനാണ്. രേവന്ത റെഡ്ഡി എന്ന് പറയുന്നില്ലേ? രേവന്ത അയ്യപ്പനാണ്. നോർത്തിലും ഈ അയ്യപ്പനെ ഒരു പാൻ ഇന്ത്യൻ ദൈവമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡാർജിലിംഗിലാണെങ്കിൽ അവലോകിതേശ്വരൻ എന്നൊക്കെ പറയില്ലേ? ഇതൊക്കെ ഒറ്റ ദൈവമായിട്ടാണ് പറയുന്നത്. ബുദ്ധനാണെന്ന് പറയുന്നത്. അത് പലതായിട്ടും അവലോകിതേശ്വരൻ ഒരേ സമയത്ത് ഡാർജിലിംഗിലെ പല ആളുകൾ പലതായിട്ട് ആരാധിക്കുന്നുണ്ട്. ശിവനായിട്ടും ആരാധിക്കുന്നുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ ഈ
അത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ പൊതുദൈവങ്ങൾ ചില സ്ഥലങ്ങളിലുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം ഉള്ള ഇതായിട്ട് കണ്ട് ആരാധിക്കാം. ഒരു മൂർത്തിയുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിന് ആരാധിക്കുക. അതാണ് ഈ ഡാർജിലിംഗ്. അതുപോലത്തെ ഒരു സ്ഥലമാണ് ഈ ശബരിമല. ശാസ്താവായിട്ട് കാണാം, അയ്യപ്പനായിട്ട് കാണാം, വേറെ ബുദ്ധനായിട്ട് കാണാം. സത്യത്തിൽ ബുദ്ധമതമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലമാണത്. പിന്നെ ബുദ്ധമതം ഹിന്ദുമതത്തിന്റെ ഒരു അവാന്തര ഭാഗമായിട്ടേ കരുതേണ്ടതുള്ളൂ. അത് വേറെ മതമൊന്നുമല്ല. അതിൽ ഒരു അവതാരം ഹിന്ദുമതത്തിൽ ഓം എന്ന് പറയുമ്പോൾ അവർ ഓം മണിപത്മേ ഹോം എന്ന് പറയും. അങ്ങനെ പലതും പറയുന്നുണ്ട്. മാത്രമല്ല അവസാനം വജ്രയാനം വരുമ്പോ ശിവനെയും കൂടി എടുക്കുന്നുണ്ടല്ലോ ബുദ്ധമതം. ഈ ശൗര്യമല പോലെ തന്നെ അഗസ്ത്യകൂടം ഒരു ഇങ്ങനെ കോമൺ ക്ഷേത്രമായിരുന്നു എന്ന് ആരെഴുതുന്നു? ഹുയാൻ സാങ് എഴുതുന്നുണ്ട്. ഹുയാൻ സാങ് മലകൂടം എന്ന് പറയുന്നത് അഗസ്ത്യകൂടമാണ്. അഗസ്ത്യ സമാധി എവിടെയാണെന്ന് പറയാം. അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ കൊല്ലം തരിസാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമില്ലേ, അത് 3 പേരും ആരാധിച്ചിരുന്ന ഒരു ആരാധനാലയമാണ്. പിന്നീട് അത് ക്രിസ്ത്യാനികളുടേത് മാത്രമാണെന്ന് വന്നു ചേരുകയാണ് ചെയ്തത്. അത് പാഴ്സികളും കൂടി ആരാധിച്ചിരുന്ന സ്ഥലമാണ്. പാഴ്സി, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു. തരിസാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ പിന്നീട് ഓരോന്നിങ്ങനെ ഓരോരുത്തരുടെ ഭാവനയിൽ ഉണ്ടാക്കി വരുന്ന സംഭവങ്ങളാണ്. പിന്നെ ശാസ്താവിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രാഹ്മണർ ശാസ്താവെന്നും, അതായത് സവർണർ ശാസ്താവെന്നും അവർണർ അയ്യപ്പൻ എന്നും ഒരേ മൂർത്തിയെ വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു ശാസനം കന്യാകുമാരിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അയ്യനാർ ക്ഷേത്രം ആർക്കാട്ടുള്ളതൊക്കെ വണ്ണിയർ എന്ന് പറഞ്ഞ സമൂഹത്തിൻ്റെതാണ്. അപ്പോൾ അവർ അയ്യനാറായിട്ടാണ് അയ്യപ്പനെ അവിടെ ആരാധിക്കുന്നത്. അവിടെ രേവന്ത. പിന്നെ ആര്യൻ എന്ന് പറയുന്നത് അയ്യനാർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചേരുന്നുണ്ടെന്നാണ് പറയുന്നത്. ശാസിക്കുന്നവനാണ് ശാസ്താവ്, അതിനുള്ള അവകാശമുള്ളവൻ, അതുകൊണ്ട് ശാസ്താവ് എന്ന് പറയുന്നുണ്ട്. തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നിന്നൊരു ചെപ്പേട് കിട്ടിയിട്ടുണ്ട്. അവിടെ ശ്രീവല്ലഭൻ്റെ വിഷ്ണുവിൻ്റെ ഉപദേവത ശാസ്താവാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലും ഇവിടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ ഉണ്ട്. അപ്പോൾ അയ്യപ്പനും ശാസ്താവും ഒക്കെ ഒന്നായി തന്നെ കാണുന്നതാണ്, രണ്ടായിട്ട് കാണേണ്ടതില്ല. 12-ാം നൂറ്റാണ്ടിൽ ഗുഹാനാഥ സ്വാമി ക്ഷേത്രം, അവിടെ ഉപദേവത അയ്യപ്പനാണ്. അപ്പോൾ അയ്യപ്പൻ ഈ ഗുഹാനാഥ സ്വാമി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വേദിയ ചാത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ വേദിയ ചാത്തൻ എന്ന് പറഞ്ഞാൽ വേദിയ എന്ന് പറഞ്ഞാൽ വൈദിക ബ്രാഹ്മണരുടെ, അയ്യപ്പൻ വൈദികരുടെ ശാസ്താവ്. അതാണ് അയ്യപ്പൻ വേദിയ ശാസ്താവിന്റെ തൽഭവമാണ് ചാത്തൻ എന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ ചാത്തൻ എന്നാണ് ആ വാചകത്തിൽ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മൂലാധാരം തുടങ്ങി സഹസ്രാരപത്മം വരെയുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളാണ്. മറ്റേ അച്ചൻകോവിൽ അപ്പുറം തുടങ്ങി ശബരിമല വരെ എന്നുള്ളൊരു കാഴ്ചപ്പാടും ഇതിൻ്റെ അകത്ത് ഉണ്ട്. ശാസ്താവും അയ്യപ്പനും ബാബറിൻ്റെയും കഥ ഒരു ആടയാഭരണങ്ങളൊക്കെ അഴിച്ച് പറയുകയാണെങ്കിൽ ഇത്രയുമാണ്. എനിക്കും ഇതിൽ നിന്നും മനസ്സിലായത് ബാബർ എന്നുള്ള കഥാപാത്രം അയ്യപ്പൻ്റെ കൂടെ ഇല്ല. അയ്യപ്പൻ്റെ കൂടെ മറ്റുള്ളവരൊക്കെ ഉണ്ട്. ബാബുരനാണെങ്കിൽ ഒരു ആത്മീയ തലത്തിൽ നിൽക്കുന്ന ഒരു ഭൂതഗണവുമാണ്. മൂലമന്ത്രത്തോട് പറഞ്ഞാൽ മതേതരത്വം തകർന്നു പോകുന്നെങ്കിൽ അങ്ങനെ തകരുന്ന മതേതരത്വം അങ്ങ് തകരട്ടെ. അങ്ങനത്തെ മതേതരത്വം നമുക്ക് വേണ്ട. എന്തിനാണ് അയ്യപ്പനുമായി ബന്ധമില്ലാത്ത ഒരു അന്യമതസ്ഥനെ, അതുമായി ഒരു പുലബന്ധവും ആളെ ആരാധിക്കാൻ അയ്യപ്പ ഭക്തർ പോകുന്നത്? അതെ, മൂല ധർമ്മശാസ്താവ് പാപനാശത്താണ്. മൂലാധാരം, ഈ ചക്രങ്ങളിൽ മൂലാധാരം അവിടെയാണ് ശാസ്താവ്. കരയാർ അണക്കെട്ടിൻ്റെ അടുത്താണ്, കാട്ടിലാണ്. പോകുന്നവർക്ക് പോകാം. പൂർണ്ണയും പുഷ്കല സമേതനായിട്ടാണ് ശാസ്താവ് അവിടെ. അച്ചൻകോവിൽ, ആരങ്കാവ്, കുളത്തൂപ്പുഴ, എരുമേലി, ശബരിമല, ഇതാണ് ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ മൂലാധാരം തുടങ്ങിയുള്ള സ്ഥലങ്ങളും ഒക്കെ. ഇത്രയും സ്ഥലങ്ങളിലാണ്
സംഗതികളുള്ളത്. അവസാനത്തെ ഈ സ്ഥലം അപ്രാപ്യമാണ് എന്നാണ് പറയുന്നത്. ശാസ്താവ് ഇരിക്കുന്ന സ്ഥലം അപ്രാപ്യം, അത് നമ്മുടെ ജീവൻ മുക്തിയിൽ നമ്മൾ പോകുന്ന സ്ഥലമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ സ്ഥലത്തിന് പേരില്ല. ആ സ്ഥലത്തിന്റെ പേരും എന്തോ ആജ്ഞാചക്രം എന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അത് എവിടെയാണെന്നറിയില്ല, എവിടെയാണെന്നും അറിയില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞ് പോകുന്ന സ്ഥലമായതുകൊണ്ട് ആ മരിച്ചു കഴിഞ്ഞ ആൾക്കല്ലേ അറിയാവൂ. അതുകൊണ്ടാണ്. ഏതായാലും ഒരു മണ്ഡലകാലത്താണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. ശബരിമലയിൽ വ്രതമെടുത്ത് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ അറിയേണ്ടതാണ്. കാരണം വാവർ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെയോ ആരാധനയുടെയോ ഭാഗമല്ല എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ഒരു ദേവപ്രശ്നം പോലും അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ്, അതാണ് ശരിയെങ്കിൽ എന്തിനൊരു വ്രതാവ്യായാമം ചെയ്യണം എന്ന് ആലോചിക്കേണ്ട സമയം കൂടിയാണ്. അതെ, ആ മരിച്ച ശേഷം നമ്മൾ അപ്രാപ്യമായ സ്ഥലത്തെത്തുന്ന് പറഞ്ഞില്ലേ, ആ മലയുടെ പേര് നേരത്തെ ചോദിച്ചില്ലേ, കാന്തമല. കാന്തമല കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ടോ? അത് തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അല്ലല്ല, ഈ കഥയുടെ അകത്ത് അത് സഹസ്രാര പത്മസ്ഥലമാണ്, തമിഴ്നാട്ടിൽ അപ്രാപ്യമാണ്. കർമ്മബന്ധങ്ങൾ ഒടുങ്ങുമ്പോഴാണ് നമ്മൾ കാന്തമലയിൽ ചെല്ലുക പറയുന്നു. കാന്തമലയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് ഈ സിദ്ധന്മാരുണ്ടല്ലോ, സിദ്ധന്മാരെ കുറിച്ച് സംസാരിക്കുക കൂട്ടത്തിൽ ഒരാൾ എന്നെ വിളിച്ചപ്പോൾ കാന്തമലയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാനതൊന്ന് ട്രേസ് ചെയ്യാം. കാന്തമല തമിഴ്നാട്ടിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ. ഏതായാലും സ്വാമി ശരണം. അയ്യപ്പന്മാർ ഇതൊന്ന് കേൾക്കുക, എന്നിട്ട് ഉചിതമെന്ന് തോന്നുന്ന ശരിയായ തീരുമാനത്തിലെത്തുക. അതെ, അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.